ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം, നമസ്തേ, വണക്കം. ഓക്കെ, സോ സൂൺ തന്നെ ഞാൻ ആക്ച്വലി ഈ 3 വണക്കം ഞാൻ പറഞ്ഞത് നമസ്കാരം എന്ന് പറയുന്നത് നമ്മളുടെ കന്നഡ അല്ലെങ്കിൽ മലയാളത്തിൽ ഒക്കെ ആ ഒരു വേർഡ് വരും, നമസ്കാരം എന്ന് പറയുന്നത്. വണക്കം എന്ന് പറയുന്നത് നമ്മൾ തമിഴിലാണ് വണക്കം യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമസ്തേ എന്ന് പറയുന്നത് നോർത്തിൽ ഹിന്ദിയിലാണ് നമസ്തേ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതെല്ലാം ഞാൻ പറയുന്നത് എനിക്ക് അറിയാവുന്നത് പോലെയാണ് ഞാൻ പറയുന്നത്. സോ യു ഗൈസ് ക്യാൻ കമൻറ്റ് സോ ദാറ്റ് ഈവൻ ഐ ക്യാൻ ലേൺ ഫ്രം ഇറ്റ്. ഓക്കെ, ഇന്ന് ഞാൻ ആക്ച്വലി ഒരു ഷോർട്ട് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലെ ഞാൻ എൻ്റെ ഇൻട്രോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൗണ്ട് പെർഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഇറ്റ് നോട്ട് മേ ബി സോ മച്ച് പെർഫെക്റ്റ് ബിക്കോസ് എനിക്ക് നല്ലൊരു ത്രോട്ട് പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 4-5 ഡേയ്സേ ആവുന്നുള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറച്ച് റീൽസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീൽസ് എൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ഇട്ടത്. അപ്പോൾ ഇട്ട ആ സമയം തന്നെ എനിക്ക് നല്ല ത്രോട്ട് പെയിൻ ഉണ്ടായിരുന്നു, ഒട്ടും സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഇപ്പോഴായിരുന്നാൽ പോലും നിങ്ങൾക്ക് എത്രത്തോളം സോഫ്റ്റായിട്ട് കേൾക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ല ത്രോട്ട് പെയിൻ ഇപ്പോഴും എനിക്കുണ്ട്. പക്ഷേ മെഡിസിനൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്യാം എന്ന്. അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ ഇൻട്രോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവർ പോയി ഒന്ന് കാണുക. അപ്പോൾ എന്തൊക്കെ ടോപ്പിക്സ് ആയിരിക്കും ഞാൻ ഇടുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ വ്ളോഗോ വീഡിയോസ് ആയിരിക്കും ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ടോപ്പിക്കായിട്ടാണ്. അപ്പോൾ ഇന്ന് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ടോപ്പിക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ മെനി, ഹൗ ലോങ്, ഹൗ ഫാർ. ഇത് വന്നിട്ട് ഈസി ആയിട്ടുണ്ട്. എൻ്റെ ചാനലിൻ്റെ പേര് ഇപ്പോൾ തന്നെയാണ് സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, ഇത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആയിരിക്കും. ആൻഡ് മെനി പീപ്പിൾ വിൽ ബി നോയിങ് ദിസ്. നമ്മുടെ സ്കൂളിലും കോളേജസിലൊക്കെ വി ഹാവ് ലേൺഡ് സോ മച്ച് അബൌട്ട് ദിസ്. ആൻഡ് അറിയാത്തവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും, അറിഞ്ഞവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഹൗ മെനി എന്ന് പറയുമ്പോഴത്തേക്കും കൗണ്ടബിൾ തിങ്സിനെയാണ് നമ്മൾ ഹൗ മെനി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും ഒരു തിങ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു പെന്നാണുള്ളത്, അല്ലെങ്കിൽ സം ആപ്പിൾസ് ആണുള്ളത്, അല്ലെങ്കിൽ സം ടോയ്സ് ആണുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും ഇംഗ്ലീഷിൽ? ഹൗ മെനി ആപ്പിൾസ്, ഓർ ഹൗ മെനി പെൻസ്, ഓർ ഹൗ മെനി ടോയ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ മലയാളത്തിൽ എന്താണ്? എത്രയുണ്ട് ആപ്പിള്, എത്രയുണ്ട് പെന്ന്, അപ്പോൾ എത്രയുണ്ട് എന്ന് പറയുന്നതാണ് ഹൗ മെനി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മലയാളത്തിൽ നമ്മൾ എത്രയുണ്ട് ആപ്പിൾ എത്രയുണ്ട് എന്ന് നമ്മൾ ചോദിക്കില്ലേ? അപ്പോൾ ഇതൊക്കെ വന്നിട്ട് ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് കേട്ടോ. എത്ര എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാം, ക്വസ്റ്റ്യൻ മാർക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണിത്. അപ്പോൾ ഹൗ മെനി ആപ്പിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ഓഫ്കോഴ്സ് നമുക്കത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ വേർഡ് എന്നുള്ളത്. അപ്പം നമ്മൾ നോക്കിയത് ഹൗ മെനി കൗണ്ടബിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഹൗ മെനി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഹൗ ലോങ് എന്ന് പറയുന്നത് ടൈമിനെയും ലെങ്ത്തിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഹൗ ലോങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹൗ ലോങ് ഇസ് ദ ബ്രിഡ്ജ്. അതായത് ആ ഒരു ലെങ്ത്താണ്, എത്ര കാണും ആ ഒരു ബ്രിഡ്ജിൻ്റെ ഒരു ലെങ്ത്ത് അങ്ങനെ. അല്ലെങ്കിൽ ഹൗ ലോങ് ഇറ്റ് ടേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര സമയം എടുക്കും ഈ ഒരു ബ്രിഡ്ജ് ഒന്ന് ക്രോസ് ചെയ്യാനായിട്ട് അങ്ങനെ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് ഹൗ ഫാർ എന്ന് പറയുന്നത്. ഫാർ വന്നിട്ട് ഡിസ്റ്റൻസിനെ പറയുന്നതാണ് ഹൗ ഫാർ. അപ്പോൾ ഹൗ ഫാർ ഇസ് യുവർ സ്കൂൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക, എത്ര ദൂരമുണ്ട് നിൻ്റെ സ്കൂളിലേക്ക്, എത്ര ദൂരമുണ്ട് എന്നാണ് അതിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹൗ ഫാർ ഇസ് യുവർ ഓഫീസ്, എത്ര ദൂരമുണ്ട് നിങ്ങളുടെ ഓഫീസിലേക്ക്, എത്ര ദൂരമുണ്ട് നിങ്ങളുടെ സ്കൂളിലേക്ക്. ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷനാണ് ഹൗ ഫാർ ഇസ് യുവർ സ്കൂൾ, ഹൗ ഫാർ ഇസ് യുവർ ഓഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് കവർ ചെയ്തത് വെരി സിമ്പിളായിട്ടുള്ളൊരു, എൻ്റെ ചാനലിൻ്റെ പേര് പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നെക്സ്റ്റ് പെട്ടെന്ന് തന്നെ നമുക്കൊരു നല്ലൊരു ടോപ്പിക്കായിട്ട് തന്നെ കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തായാലും പെട്ടെന്ന് ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.